ലോസ് ആഞ്ചലസ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ കത്തിയമരുകയാണ്. കൃത്യമായ കാരണം പറയാൻ കഴിയാതെ സാങ്കേതികവിദ്യക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ ആ നഗരത്തെ തീ തിന്നുകയാണ്. 10,000-കണക്കിന് ഏക്കർ സ്ഥലം ഇതിനോടകം കത്തിയമർന്നു. നിരവധി പേർ മരിച്ചു. ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഹോളിവുഡ് സെലിബ്രിറ്റികൾ അടക്കമുള്ള നിരവധി പേരുടെ ആയുഷ്കാല സമ്പാദ്യം വെന്ത് വെണ്ണീറായി. ജനുവരി 7-ന് ആരംഭിച്ച കാട്ടുതീ ഇപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാതെ പടർന്നു പിടിക്കുകയാണ്. ഇതിനിടെ ചിലർ അമേരിക്കയിലെ കാട്ടുതീയെ സാമൂഹിക മാധ്യമങ്ങളിൽ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവശാപം ആണോ ഈ അഗ്നിബാധ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. എന്നാൽ ഈ കാട്ടുതീ കാലിഫോർണിയ സംസ്ഥാനത്തിന് പുതുമയുള്ള കാര്യമൊന്നുമല്ല. അമേരിക്കൻ ഐക്യനാടുകളിലെ വരണ്ട പ്രദേശങ്ങളിൽ ഒന്നാണ് കാലിഫോർണിയയും അവിടുത്തെ പ്രധാന നഗരമായ ലോസ് ആഞ്ചലസും. പല വർഷങ്ങളിലും ഇവിടെയൊക്കെ കാട്ടുതീ പടർന്നു പിടിച്ചിരുന്നു. കാലിഫോർണിയയിൽ കാട്ടുതീ സീസൺ എന്നത് വേനൽക്കാലമായ ജൂണിൽ ആരംഭിച്ച് ഒക്ടോബർ വരെയാണ് ഉണ്ടാവുക. വർഷാവസാനത്തോടെ മഴക്കാലവും പിന്നീട് ശൈത്യകാലവും ആരംഭിക്കും. എന്നാൽ ഇതിൽ നിന്നും വിപരീതമായി കാലിഫോർണിയയിൽ ശൈത്യകാലമായ ജനുവരിയിലാണ് ഇപ്പോൾ കാട്ടുതീ പടർന്നു പിടിക്കുന്നത്. കടുത്ത കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിനുള്ള കാരണം. 2021-ൽ ഉണ്ടായ കാട്ടുതീക്ക് ശേഷം കഴിഞ്ഞ 2-3 വർഷങ്ങളിലായി കൂടുതൽ ആർദ്രതയുള്ള കാലാവസ്ഥയാണ് കാലിഫോർണിയയിൽ ഉണ്ടായത്. ഇത് കാരണം കാലിഫോർണിയയിലും പരിസര പ്രദേശങ്ങളിലും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം മരങ്ങളും ചെടികളും ഉണ്ടായി വന്നു. എന്നാൽ 2024-25 കാലഘട്ടത്തിൽ സാധാരണ ലഭിക്കുന്ന മഴയോ മഞ്ഞുവീഴ്ചയോ ഉണ്ടായില്ല. ഉയർന്ന താപനിലയും കൊടും ചൂടുമായിരുന്നു. അതോടെ സ്വാഭാവികമായി ഈ മരങ്ങളും ചെടികളും ഉണങ്ങി നിൽക്കുകയായിരുന്നു. ജനുവരി 7-നാണ് തീ പടർന്നു പിടിച്ചു തുടങ്ങിയത്. ഇതിനു പുറമെ വരണ്ട കാലാവസ്ഥയിൽ കാലിഫോർണിയ പ്രദേശത്ത് ഉണ്ടായിരുന്ന സാന്ത അന കാറ്റ് വീശി അടിക്കുകയും ചെയ്തു. ഇത് കാട്ടുതീയെ പടർന്നു പിടിക്കുന്നതിന് സഹായിക്കുകയും ചെയ്തു. കാട്ടുതീ കത്തിപ്പിടിച്ചു തുടങ്ങിയത് എവിടെയാണെന്നോ എങ്ങനെയാണെന്നതിനോ വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ഇപ്പോഴും അധികൃതർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ 2021-ലെ കാട്ടുതീക്ക് 2 കാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ശക്തമായ ഇടിമിന്നൽ കാരണമുണ്ടായ സ്പാർക്ക് തീപിടുത്തത്തിന് കാരണമായി. മറ്റൊന്ന്, കാറ്റ് വീശി അടിച്ചതോടെ കാലിഫോർണിയ പ്രദേശത്തുണ്ടായിരുന്ന ഇലക്ട്രിക് വയറുകൾ കൂട്ടി ഉരസുകയും അങ്ങനെ തീ ഉണ്ടാകുകയും ചെയ്തു. ഇപ്പോഴത്തെ ഈ തീപിടുത്തത്തിൽ ഇടിമിന്നലിന്റെ സാധ്യത അധികൃതർ തള്ളിക്കളയുന്നുണ്ട്. മറ്റൊരു ആരോപണം ഹോളിവുഡ് ഹിൽ സ്റ്റേഷൻ അടക്കമുള്ള പ്രദേശത്ത് ഒരു വ്യക്തി പെട്രോൾ ഒഴിച്ച് തീ ഉണ്ടാക്കുകയും ഇത് പടർന്ന് കാട്ടുതീയായി മാറി എന്നതുമാണ്. CNBC പോലുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലോസ് ആഞ്ചലസിലെ തെരുവുകൾക്ക് പിങ്ക് നിറമാണ്. കാട്ടുതീ നഗരത്തെ കീഴ്പ്പെടുത്തുമ്പോൾ പ്രതിരോധ മാർഗമെന്ന നിലയിൽ സർക്കാർ പിങ്ക് പൗഡർ ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് വിതർന്നത് കൊണ്ടാണ് ഈ നിറം മാറ്റം. ഒരു പരിധിവരെ കാട്ടുതീ പടരുന്നത് പ്രതിരോധിക്കാൻ കഴിയുന്ന ഫോസ്ചെക് എന്ന പ്രത്യേകതരം രാസപദാർത്ഥമാണ് പിങ്ക് നിറത്തിൽ ലോസ് ആഞ്ചലസിൽ ഇപ്പോൾ നിറയുന്നത്. ഫോസ്ചെക് ഒരു പ്രധാന അഗ്നി പ്രതിരോധ വസ്തുവെന്ന നിലയിൽ ലോകത്താകമാനം ഏറെ പ്രശസ്തവുമാണ്. ലോസ് ആഞ്ചലസിൽ ഈ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഗാലൻ ഫോസ്ചെക് സൊല്യൂഷനാണ് ഉപയോഗിച്ചത്. ഇതിന്റെ പിങ്ക് നിറം തീ പടർന്നു പിടിക്കുന്നത് ഒരു പരിധിവരെ തടയുമെന്ന് മാത്രമല്ല, ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക് അപകടസ്ഥലം പെട്ടെന്ന് തിരിച്ചറിയാനുള്ള സാഹചര്യവും ഉണ്ടാക്കും. ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രമേ ഇതിന്റെ പിങ്ക് നിറം മാഞ്ഞു പോവുകയുള്ളൂ എന്നതും മറ്റൊരു ഗുണമാണ്. നേരിട്ട് തീയിലേക്ക് സപ്ലൈ ചെയ്യുന്ന രീതിയല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. തീ പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ മുൻകൂട്ടി കണ്ട് ഫോസ്ചെക് അവിടെ മുൻകൂട്ടി സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഫോസ്ചെക്കിന്റെ വ്യാപകമായ ഉപയോഗം ഗുരുതരമായ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും പറയുന്നുണ്ട്. എന്നാലും നിലവിലെ സാഹചര്യത്തിൽ ലോസ് ആഞ്ചലസിൽ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഫലപ്രദമായ വസ്തുവാണ് ഫോസ്ചെക്ക് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. കാട്ടുതീ നിയന്ത്രിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഇപ്പോൾ അവരുടെ മുന്നിലുള്ളത്.